മറ്റു വാർത്തകളിലേക്ക്. RSSന്റെ ഗണഗീതം പാടിയതിൽ സ്കൂളിലേക്ക് പ്രതിഷേധം. തിരൂർ ആലത്തിയൂർ KHMHS സ്കൂളിൽ DYFIയും SDPIയും പ്രതിഷേധിച്ചു. ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു നൽകി. കുട്ടികൾ പാടിയതാണെന്നും അവരുടെ പാട്ടുകൾ പരിശോധിച്ചിരുന്നില്ലെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷത്തിലായിരുന്നു സംഭവം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗാനാലാപനം നടത്തിയതിൽ ഗാന്ധി ദർശൻ ക്ലബിന്റെ കീഴിൽ നടത്തിയതിൽ ആണ് ഈ വിവാദമുണ്ടായത്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആ ഗാന്ധി ദർശന്റെ ചുമതലയുള്ള അധ്യാപകനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാം എന്നുള്ളത് തീരുമാനിച്ചു. ഇല്ല, പരിശോധിച്ചിട്ടില്ല. പരിശോധിച്ച് ഞങ്ങളത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു എങ്കിൽ ഞങ്ങളത് അപ്പം തന്നെ മാറ്റുമായിരുന്നു. അപ്പൊ അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത കുറവ് സംഭവിച്ചു, അതുള്ളത് സത്യമാണ്. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, കുട്ടികൾ ഒരു പാട്ട് തിരഞ്ഞെടുത്ത് അവർ തന്നെ അത് പാടി എന്നതാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിശദീകരണം. പക്ഷേ അതിൽ അധ്യാപകർക്കും ആ ക്ലബ്ബ് ഭാരവാഹികൾക്കുമൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തം അവർ നിറവേറ്റിയില്ല, ജാഗ്രത കുറവുണ്ടായി എന്നിപ്പോൾ അധ്യാപിക തന്നെ പറയുന്നത് കേട്ടു. അപ്പോൾ ഈ യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇതെങ്ങനെയാണ് എടുക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. സ്കൂളിലെ ഗാന്ധി ദർശൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. അപ്പോൾ സ്വാഭാവികമായും ഈ ക്ലബിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അധ്യാപകനുണ്ട്. ആ അധ്യാപകന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ അധ്യാപകനെതിരെ നടപടി എടുക്കാം എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ യുവജന സംഘടനകൾക്ക് സ്കൂൾ അധികൃതർ നൽകിയിട്ടുള്ളത്. ഈ സംഭവം പുറത്തു വന്നത് മുതൽ തന്നെ DYFI, SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ, യുവജന സംഘടനകൾ പ്രതിഷേധവുമായി സ്കൂളിലേക്ക് വരികയും പ്രിൻസിപ്പളെ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സ്കൂളിന്റെ ലെറ്റർ പാഡിൽ തന്നെ ഔദ്യോഗികമായി എഴുതി നൽകിയിട്ടുണ്ട്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞുകൊണ്ടല്ല, ഒരു അബദ്ധം സംഭവിച്ചു പോയതാണ്, അത് ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകും എന്നിപ്പോൾ എഴുതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ക്ലബ്ബ് ഗാന്ധി ദർശൻ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ ഈ പാട്ട് തെരഞ്ഞെടുത്തത് നേരത്തെ മുൻകൂട്ടി അധ്യാപകർ വീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇത് ഏതാ പാട്ടാണെന്ന് നിരീക്ഷിക്കുകയോ ചെയ്തില്ല. കുട്ടികൾ അത് വന്ന് നേരെ പാടുകയും ചെയ്തു. അങ്ങനെ നേരത്തെ അത് അറിയുമായിരുന്നുവെങ്കിൽ ഒരിക്കലും അത് പാടാൻ സമ്മതിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനാധ്യാപിക പറയുന്നത്. അത് നമുക്ക് നേരത്തെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ ചുമതല ഉണ്ടായിരുന്ന അധ്യാപകരും അത് നേരത്തെ മുൻകൂട്ടി ചോദിച്ചില്ല. സാധാരണഗതിയിൽ കുട്ടികൾ പെട്ടെന്ന് വന്ന് പരിപാടി അവതരിപ്പിച്ച് പോകാറുള്ളതാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് പരിപാടികൾ എടുത്തത്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് പാട്ട് മാത്രമല്ല പല പ്രസംഗങ്ങളൊക്കെ അവതരിപ്പിച്ചത്. അതൊക്കെ കുട്ടികൾ നോക്കിക്കൊണ്ടാണ് അവതരിപ്പിച്ചത്. കാരണം 2-3 ദിവസത്തെ ഗ്യാപ്പിനുള്ളിലാണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചത്. അപ്പോൾ പെട്ടെന്ന് അത് നോക്കാനോ വെരിഫൈ ചെയ്യാനോ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അതൊരു ജാഗ്രത കുറവ് തന്നെയാണ് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഏതായാലും ഇതിനകത്ത് ഈ കുറ്റക്കാരായ അധ്യാപകർ അവരുടെ ജാഗ്രത കുറവ് സംഭവിച്ചു. അത് വലിയ അപാകതയായി മാറിയിട്ടുണ്ട്. ഇത് പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രധാന അധ്യാപിക പറയുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.